ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. അതിൽ എ ചോദ്യം, പുരാതന ഗ്രീസിലെ നഗരങ്ങളായ ഏതൻസ്, സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏതൻസിനെ പറ്റിയും സ്പാർട്ടനെ പറ്റിയും ബുക്കിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് ഏതൻസിന്റെ ഏതൊക്കെ പോയിന്റ്സ് എഴുതി കൊടുക്കാം? കലാ സംസ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും. നെക്സ്റ്റ് സ്പാർട്ട, പരമ്പരാഗത മൂല്യങ്ങൾക്ക് പ്രാധാന്യം, സൈനിക പരിശീലനത്തിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം. 3 ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. ഇതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എ, ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ്. ഓപ്ഷൻ ബി, ഭരണ സൗകര്യത്തിനായി നിരവധി സത്രപിങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടു പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണിത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ്. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. എ. ചോദ്യം എന്താണെന്ന് നോക്കാം. പരിണാമഘട്ടങ്ങളിലെ മനുഷ്യവർഗങ്ങളും അവരുടെ സവിശേഷതകളും ക്രമഹിതമായി നൽകിയിരിക്കുന്നു. അവ ശരിയായി ക്രമീകരിച്ച് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പരിണാമഘട്ടത്തിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹോമിനിഡുകൾ, ഹോമിനോയിഡുകൾ, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്. അതിന്റെ സവിശേഷതകളിൽ ഉപകരണ നിർമ്മാതാക്കൾ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, 4 കാലിൽ നടത്തം, ഇരുകാലിൽ നടത്തം, ഇവയാണ്. ഇനി താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഹോമിനിഡുകൾ വരുന്നത് ഇരുകാലിൽ നടത്തം, ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തം, ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 നവീന ശിലായുഗത്തിന്റെയും മധ്യശിലായുഗത്തിന്റെയും പ്രാചീന ശിലായുഗത്തിന്റെയും ഒക്കെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളത് നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു, കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ഇവയൊക്കെയാണ് നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ എല്ലാ ശിലായുഗത്തിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് 3A ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വെങ്കലയുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിയായത് ഏതെന്നാണോ ശരിയല്ലാത്തത് ഏതെന്നാണോ ചോദിച്ചതെന്ന് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ആൻസർ ചെയ്യട്ടോ. ആൻസർ വരുന്നത് മെസപ്പൊട്ടാമിയയുടെ എഴുത്തു സമൃദ്ധമായ വിശുദ്ധമായ എഴുത്തു എന്ന് വിശേഷിക്കപ്പെടുന്നു. ഇതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടേമിയയിലെ സംസ്കാരവുമാണ് തന്നിട്ടുള്ളത്. പോയിന്റ് തന്നിട്ടുള്ളത് നദികൾക്കിടയിലെ പ്രദേശം, കെയ്റോ നഗരം, പിരമിഡുകൾ, നൈലിന്റെ ദാനം, ചാന്ദ്രപഞ്ചകം, ലഗാഷ് നഗരം, ഇവയൊക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മെസപ്പൊട്ടാമിയയുടെ സംസ്കാരം നിങ്ങൾ പേജ് നമ്പർ 15 പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഈജിപ്ഷ്യൻ സംസ്കാരം നിങ്ങൾ നിങ്ങളുടെ 16ാം പേജിലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പോയിന്റ്സ് എടുത്ത് എഴുതി നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വരുന്നത് കെയ്റോ നഗരം, പിരമിഡുകൾ, നൈലിന്റെ ദാനം എന്നിവയാണ്. ഇനി മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? നദികൾക്കിടയിലെ പ്രദേശം, ചാന്ദ്രപഞ്ചാംഗം, ലഗാഷ് നഗരം. ഈ പോയിന്റ്സുകളാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ വരുന്നത്. ഇനി 3B ചോദ്യം എന്താണെന്ന് നോക്കാം. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് എഴുതുക. ഒന്നാമത്തത് ക്യൂണിഫോം ലിപിയാണ് തന്നിട്ടുള്ളത്. അടുത്തത് ഹൈറോഗ്ലിഫ്സ് ലിപിയും.
ഇനി അടുത്ത ചോദ്യം, ഈ രണ്ട് ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 15 പറയുന്നുണ്ട്. ഒന്നാമത്തത് മെസപ്പൊട്ടോമിയാണ്, രണ്ടാമത്തത് ഈജിപ്ഷ്യനുമാണ്. അപ്പൊ ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകത്തിൽ ഈറത്തണ്ട് ഉപയോഗിച്ച് എഴുതിയിരുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് ക്യൂണിഫോമിൽ വരുന്നത്. ഇനി അടുത്തത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഹൈറോഗ്ലിഫിക്സിന്റെ പേജ് നമ്പർ 17 നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നത്? വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നു. ചിഹ്നരൂപവും അക്ഷരരൂപവും ചേർന്ന ലിപി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു. ഇങ്ങനെ പ്രസക്തമായ 3 വസ്തുതകളെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പൊ ഈ ഒരു പാഠഭാഗം നിങ്ങൾ നല്ലോണം പഠിക്കട്ടോ. ഇനി 4ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്? താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ അക്ഷാംശവൃത്തം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമി 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. 0 ഡിഗ്രി അക്ഷാംശരേഖ. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിൽ എന്താണ് ആൻസർ വരുന്നത്? ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗ്ലോബിന്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന അക്ഷാംശ രേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കുറച്ച് രേഖകൾ തന്നിട്ടുണ്ട്. അത് കൃത്യമായി വരച്ച് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 51 ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത്. അപ്പൊ അക്ഷാംശ രേഖകളുടെ സ്ഥാനം ഗ്ലോബിന്റെ മാതൃകയിൽ കൃത്യമായി രേഖപ്പെടുത്തിയാലാണ് ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായ നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. ഓപ്ഷൻ ഡി വരുന്നത് രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ്. ആൻസർ വരുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. ഇനി 5ാമത്തെ ബി ചോദ്യമാണ് വായിക്കാൻ പോകുന്നത്. ഇനി ബി ചോദ്യം വരുന്നത് രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു. ബാക്കി എന്തൊക്കെ എഴുതി കൊടുക്കാം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 ഇത് തന്നിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുമുണ്ട്. സോ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് എഴുതി കൊടുക്കാം? രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ്. രാജ്യവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ ഗവൺമെന്റ് സഹായിക്കുന്നു. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം തുടങ്ങിയവയെല്ലാം ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നു. നമുക്ക് ഇത്രയും പോയിന്റ്സ് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി 6ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 6ാമത്തെ ചോദ്യത്തിന് 6A-യും 6B എന്നീ ഭാഗങ്ങളുണ്ട്. എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായും എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് മാത്രം എഴുതുക. 6A ചോദ്യം, പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. ഓപ്ഷൻ എ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെട്ടത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതാണ്. ഇനി ബി ചോദ്യം എന്താണെന്ന് നോക്കാം. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ 2 സവിശേഷതകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജൈനമത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലോണം തന്നിട്ടുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ഇതാണ് ജൈനമത ആശയങ്ങൾ. ഇനി ബുദ്ധമത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഇനി നമുക്ക് 6B ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായ
ഘടകങ്ങൾ ഏതെല്ലാം കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി, ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും, ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. ഇനി ആറാമത്തേതിൽ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനയാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ, ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത മഗധയുടെ വളർച്ചയെ സഹായിച്ചു. മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം സ്ഥാപിച്ചു. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായത്. സോ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ എക്സാം ഈസി ആവട്ടെ എന്ന് കരുതുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.